ആ ഇഡ്ഡലി ഇഷാമേ, എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ്. മറിച്ചാൽ ഇഡ്ഡലി ഇഷ്ടമാണ്. ഇഡ്ഡലി ഇഷ്ടം. ഇഡ്ഡലിൻ്റെ ചരിത്രം അറിയാം. ഇതപ്പം മുതൽ ഇഡ്ഡലി നാട്ടിൽ വന്നെന്നറിയാം. ഏതെല്ലാം നാട്ടിലെ ഇഡ്ഡലി ഉള്ളതെന്നറിയാം. ഇപ്പം സാമ്പാറും ചട്നി ഇല്ല റസി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, തിന്നുമ്പോൾ തന്നെ അതിൻ്റെ ചരിത്രം കൂടി ഒന്ന് കേട്ടിട്ടു തിന്നാലോ. ദക്ഷിണ ഭാരതത്തിലെ ഒരു ഭക്ഷണ വസ്തുവാണ് ഇഡ്ഡലി. ഇത് പ്രാതലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി ഈ ഇന്ത്യക്കാർ ഇത് കാണുന്നു. ഇതിൻ്റെ ഉത്ഭവം എന്താണെന്ന് നോക്കട്ടെ. ആധുനിക ഇഡ്ഡലിയുടെ ഉത്ഭവം എന്താണെന്ന് ആർക്കും അറിയില്ലെങ്കിലും പുരാതന കാലം മുതൽക്കേ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്താബ്ദം 920 ആണ്ടിൽ ശിവകോടി ആചാര്യ കന്നഡത്തിൽ എഴുതിയ ഒരു കൃതിയിൽ സമാനമായ ഒരു ഭക്ഷ്യവസ്തുവിനെ പറ്റി പരാമർശിക്കുന്നു. അതിൽ ഉഴുന്ന് മാവ് ആണ് ഉപയോഗിച്ചിരുന്നത്. കന്നഡ ഭാഷയിലെ വഡ രാധ എന്ന കൃതിയിൽ ഇഡ്ഡലിയെ പരാമർശിച്ചിട്ടുണ്ട്. ക്രിസ്താബ്ദം 1025 ഒരു കൃതി മോരിലിട്ട് കുതിർത്ത് ഉഴുന്ന് അരച്ചും കുരുമുളക്, മല്ലി, പെരുങ്കായ എന്നിവ ചേർത്തും ഒരു തരം ഇഡ്ഡലിയെ പറ്റി പറയുന്നുണ്ട്. കന്നഡ ദോശ രാജാവായിരുന്നു സോമേശ്വര മൂന്നാമൻ്റെ കാലത്ത് ക്രിസ്താബ്ദം 1130 സംസ്കൃതത്തിൽ തയ്യാറാക്കിയ മാനസുള്ളസ എന്ന സർവജ്ഞാന കോശത്തിൻ്റെ ഇഡ്ഡലി ഉൾപ്പെട്ടിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ട് വരെ ഇഡ്ഡലിയിൽ അരി ചേർത്തിരുന്നത് തെളിവുകളൊന്നും ഇല്ല തന്നെ. അരി മാവ് പുളിക്കലിനെ ത്വരിതപ്പെടുത്തുന്നതിന് കൊണ്ടാവാം ചേർത്ത് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അരിയും ഉഴുന്നും കുതിർത്തരച്ച് മാവ് പുളിപ്പിച്ച ശേഷം ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി ഭക്ഷിച്ചു വരുന്നു. ഗാർഹികമായി മാത്രം ഉണ്ടാക്കാറുണ്ടായിരുന്ന ഇഡ്ഡലി ഇന്ന് വ്യാവസായികമായ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു വരുന്നു. ഇഡ്ഡലി മാവും വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ലഭ്യമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ പാക്കറ്റ് വാങ്ങിച്ചിട്ടായിരുന്നു കൂടുതലും ഉപയോഗിക്കുന്നുണ്ടത്. കൂട്ടത്തിൽ സാമ്പാറും കൂടി ആകുമ്പോൾ അതിനുള്ള രുചി വേറെ തന്നെയാണ്. ചട്നിയും സാമ്പാറുമാണ് ഇഡ്ഡലിയോടൊപ്പം കഴിക്കുന്നത്. മുളക് പൊടി വിതറി കറിവേപ്പിലയും ചേർത്ത് ചൂടാക്കിയും കഴിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ ഇതുവരെ അത് അങ്ങനെ ആ രീതിയിൽ കഴിച്ചിട്ടില്ല.